പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ പിടിയിൽ. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ പിടിയിൽ. എഴുമറ്റൂർ സ്വദേശി ഷെർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. പോലുള്ളവരല്ല സമൂഹത്തിന് ആവശ്യമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുണൻ അഭിപ്രായപ്പെട്ടു. ആശാനക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിക്ഷന് എന്നാണ് ചൊല്ല്. അത്ര അഹങ്കാരം പാടില്ല. ആന്റി ഡ്രഗ്സ് ഇൻ എ നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ സംഘടന ഉണ്ടാക്കുക. ആ സംഘടന തന്നെ ഒരു വ്യാജ സംഘടനയാണ്. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ, നന്മയുടെ പാതയിൽ നാടിന്റെ യുവത്വം ചെറിയ പൊളിയായിരിക്കും മോനെ. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി പത്തനംതിട്ട ജില്ലയുടെ ഈ പറയുന്ന പെരുമ്പട്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഇടയിൽ ക്യാമ്പയിൻ നടത്തുക, അതൊക്കെയായിരുന്നു ഈ ഷെർഫിൻ സെബാസ്റ്റ്യൻ ഈ കഴിഞ്ഞ കാലം കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനും ഇങ്ങനെ നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. നാട്ടിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകൻ എന്ന ലേബലിലായിരുന്നു ഷെർഫിൻ സെബാസ്റ്റ്യന്റെ ലഹരി ഇടപാടുകൾ. എന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഷെർഫിൻ ലഹരി ഇടപാടുകൾ നടത്തുന്നതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ദിവസങ്ങളായി ഡാൻസ് ഓഫ് സംഘം ഇയാളെ നിരീക്ഷിച്ചു. ഇന്നലെ ഉച്ചയോടെ വീട് വളഞ്ഞ് പോലീസ് സംഘം ഷെർഫിനെ പിടികൂടി. നല്ല ചിരിയാ, കൂളാ, നേതാവ് കൂളാഷിച്ചോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. കാശ്മീർ ആ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും തനിക്ക് പുത്തിരിയേ അല്ല എന്നുള്ള രീതിയിലാണ് ഈ ഷെർഫിൻ പോലീസിന്റെ പിടിയിലിരിക്കുന്നത്. ഒരുപക്ഷെ അത് MDMA അടിച്ചിട്ടാണോ അങ്ങനെ ഇരിക്കുന്നതുകൂടി പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ ഇതൊക്കെ അപ്പത്തിന് തീർത്ത് വിടാളിയായി. ഡാൻസ് സംഘവും പോലീസും ആ വീട് മുഴുവൻ അരിച്ചു പറക്കി അങ്ങനെ ഈ പുസ്തകങ്ങൾക്കിടയിൽ ഒരു രഹസ്യ അറയുണ്ടാക്കി സൂക്ഷിച്ചിരുന്ന 1.590 ഗ്രാം MDMAയും അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമൊക്കെ അവിടുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. ഇനി വരണ കാര്യം സംശയം പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഇദ്ദേഹം ഈ പറയുന്ന നാട്ടിലെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷേ ഈ പറയുന്ന ഷെർഫിൻ സെബാസ്റ്റ്യനെതിരെ എറണാകുളത്ത് വിവിധ കേസുകളുണ്ട്. എറണാകുളം പോലീസ് സ്റ്റേഷനിലും ഈ പറയുന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും വിവിധ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതിന് കേസുകളുണ്ട്. ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാണ്. അങ്ങനെ ആ അത്തരം കേസുകളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ പറയുന്ന ഷെർഫിൻ സെബാസ്റ്റ്യൻ ഒരു ലഹരി വിരുദ്ധ സംഘടന ഉണ്ടാക്കുന്നു. ആന്റി ഡ്രഗ്സ് ഇൻ എ നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. അതിന്റെ മറവിലാണ് ഈ പറയുന്ന MDMA കച്ചവടവും ഉപയോഗവും ഒക്കെ നടത്തിയത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നാട്ടുകാരെ മുഞ്ചിക്കാൻ ഇവരുടെ ഒരു അന്വേഷണം നടത്തണം. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. പിന്നെ ഒരു കാര്യം ചെയ്യാം.